നമ്മൾ ആഗ്രഹിച്ചിരുന്ന രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ എല്ലാവരും ഇവിടെ എത്തി. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കരുതുന്നു. നമ്മളുടെ സെൻറ് തോമസ് കോളേജ് കലാകാലങ്ങളിൽ കൈവരിച്ച അത്ഭുതകരമായ ഗുണമേന്മയുള്ള ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ആ ഒരു നാടുകളെക്കുറിച്ച് ഓർക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഈ പ്ലാറ്റിനം ജൂബിലി എന്ന് ഞാൻ കരുതുകയാണ്. യഹൂദന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എല്ലാം അവരെക്കുറിച്ച് മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം പ്രീ ഹിസ്റ്ററി ഓഫ് ഇസ്രായേലാണ്. എക്സോഡസ് ജേർണി ഓഫ് ഇസ്രായേൽ ടു മൗണ്ട് സൈനായി ആണ്. ലെവിറ്റിക്കസ് ഇസ്രായേൽക്കാരുടെ ഇടയിൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഹോളിനെസ് ഇതിനെക്കുറിച്ചാണ്. നമ്പേഴ്സ് സംഖ്യ എന്ന പുസ്തകം ജേർണി ഫ്രം മൗണ്ട് സൈനായി ആണ്. ഡ്യൂറ്ററോണമി നിയമാവർത്തനം എന്ന പുസ്തകം ഫ്യൂച്ചർ ഓഫ് ഇസ്രായേലാണ്. അങ്ങനെ ആ 5 പുസ്തകങ്ങളും ആ ഒരൊറ്റ ജനതയുടെ വളർച്ചയുടെ ചരിത്രമാണ്. നമ്മൾ കലാരൂപതയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ പിന്നിട്ട 70 വർഷങ്ങൾ നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാലായുടെ ചരിത്രം പറയുമ്പോൾ സെൻറ് തോമസിൻ്റെ ചരിത്രം തന്നെയാണ്. അല്ലെങ്കിൽ സെൻറ് തോമസിനെ കുറിച്ച് പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു അഭിമാനവും സന്തോഷവുമുണ്ട് ഇങ്ങനെയുള്ളൊരു മീറ്റിങ്ങിൽ ആയിരിക്കുമ്പോൾ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മേക്ക് സെൻറ് തോമസ് ഗ്രേറ്റ് എഗൻ എന്നത് മാത്രമാണ്. മേക്ക് സെൻറ് തോമസ് ഗ്രേറ്റ് എഗൻ. ആ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ മാത്രമേ ഈ വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വി ഹാവ് ഓപ്പൺഡ് ദ കോളേജ് ടു ദ വേൾഡ്. വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ നാടുകളിൽ കൂടുതലായിട്ടും ബിക്കോസ് ദ കോളേജ് ഈസ് നൗ ഫുള്ളി കോ-എഡ്യൂക്കേഷണൽ. ഒരു വലിയൊരു മുന്നേറ്റമായിരുന്നു. കോളേജിൻ്റെ അകത്തു നിന്നും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കൂട്ടായ ചർച്ചകളുടെ ഫലമായിട്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചത്. വി എക്സ്പെക്ട് എ സബ്സ്റ്റാൻഷ്യൽ ഇൻഫ്ലുവൻസ് ഓഫ് വിമൻ സ്റ്റുഡൻസ് ഇതുവഴി. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു നിലപാടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ടാലൻറ്റഡ് സ്റ്റുഡൻസ് ഫ്രം അക്രോസ് ദ സ്റ്റേറ്റ് വിൽ opt our college provided we can accommodate them safely in the campus. അതിന് നമുക്ക് നല്ല ഹോസ്റ്റൽ സംവിധാനങ്ങളും മറ്റ് ആവശ്യമായിട്ടുള്ള കെട്ടുറപ്പുകളുമൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ വലിയൊരു വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. അകസ്മരണാർഹനായ വയലിൻ പിതാവ് എന്താണോ ഇതുകൊണ്ട് ആഗ്രഹിച്ചത്, ആ ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ ഇന്ന് പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഓട്ടോണമസ് പദവിയിലെത്തി നിൽക്കുന്ന ഒരു കോളേജിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ചും എനിക്ക് ഒരു വാക്ക് പറയാനുള്ളത്, ഓട്ടോണമി ഷുഡ് നോട്ട് ബിക്കം എ ലയബിലിറ്റി. ഓട്ടോണമി ലയബിലിറ്റി ആയിട്ട് മാറുന്ന പല അവസരങ്ങളും നമ്മൾ സ്റ്റേറ്റിനുള്ളിലും സ്റ്റേറ്റിന് പുറത്തുമൊക്കെ കാണുന്നുണ്ട്. അതിന് നമുക്ക് വി മസ്റ്റ് ബി റെഡി ടു ഇൻവെസ്റ്റ് ടൈം ആൻഡ് മണി. എങ്കിൽ മാത്രമേ ഈ കോളേജിനെ ഗ്രേഷ്യസ് ആയിട്ട് ഓട്ടോണമസ് പദവിയിലേക്ക്
എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. We need to study further the details of NEP and the potential of autonomy. Autonomy confers a college with the power of a self-government. അതാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഏത് പ്രസ്ഥാനത്തിൻ്റെയും സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം, സാമ്പത്തികം കണ്ടെത്തണം, നല്ല ഇൻ്റലക്ച്വൽ കാലിബറുള്ള ആളുകളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് വരുവാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. The word university, as it was originally used in medieval Europe, meant a self-regulating community of teachers and students, recognized and sanctioned by civil or ecclesiastical authority. നമ്മളെപ്പോലുള്ള രാജ്യത്ത് നമുക്ക് ഇത് രണ്ടിൻ്റെയും സിവിൽ ഗവൺമെൻറ്റിൻ്റെയും എക്ലീസിയാസ്റ്റിക്കൽ അതോറിറ്റിയുടെയും ആ ഒരു ചേരുവയിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വളർച്ചയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആക്ച്വലി ഓട്ടോണമി ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എനി അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻ്റലക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്ന് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സെൽഫ് സ്റ്റാൻഡിങ് ഇങ്ങനെയുള്ള ആ ഒരു അവകാശം എന്ന് പറയുന്നത് അതിനേക്കാൾ അത് ഉത്തരവാദിത്വം ആയിട്ട് നമ്മൾ എടുക്കണം എന്ന് നിങ്ങളെ ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ കോളേജ് കലാകാലങ്ങളിൽ വളർച്ചയുടെ വലിയ പടവുകൾ കരസ്ഥമാക്കി. റാങ്കിങ് ആൻഡ് റേറ്റിംഗ് ഇത് രണ്ടുമാണല്ലോ ഒരു കലാലയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. അതിൽ സെൻറ് തോമസ് എന്നും ഒന്നാം തരമായിരുന്നു. ഒരിക്കലും ഈ കോളേജ് പുറകോട്ട് പോയിട്ടില്ല. നാക്കിൻ്റെ ഉയർന്ന ഗ്രേഡ് ലഭിച്ചപ്പോഴും സ്വയംഭരണ പദവി സ്വന്തമാക്കിയപ്പോഴും എല്ലാവരും പറഞ്ഞത് ഇത് പണ്ട് ലഭിക്കേണ്ടതായിരുന്നു എന്നാണ്. ഒട്ടനവധി ആളുകൾ, ഉദ്യോഗസ്ഥന്മാരും വൈദിക മേലധ്യക്ഷന്മാരും പണ്ഡിതന്മാരും എല്ലാം പറഞ്ഞത് ഇത് പണ്ടേ ലഭിക്കേണ്ടതായിരുന്നു. അതോടൊപ്പം പലരും എന്നോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കോളേജിൽ ഇല്ലായിരുന്നോ, നിങ്ങൾ ഓട്ടോണമസ് അല്ലായിരുന്നോ എന്ന് അത്ഭുതകരമായ വിസ്മയത്തോടു കൂടി ചോദിച്ചവരുമുണ്ട്. അത് നമുക്ക് നൽകുന്ന ഒരു കാഴ്ചപ്പാട് ഈ കോളേജിനെ എന്നും ഒന്നാന്തരമായിട്ട് എല്ലാവരും കരുതിയിരുന്നു എന്നത് തന്നെയാണ്. സെൻറ് തോമസിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഓവർ റേറ്റഡ് ആയിട്ട് ഇത് വന്നിട്ടില്ല, അത് സത്യസന്ധമാണ്. എങ്കിലും നമുക്ക് നല്ല അഭിപ്രായങ്ങൾ പൊതുജനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, സർക്കാരിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഉള്ളതിൽ കൂടുതൽ മേന്മയുള്ളതായി ഭാവിക്കുന്ന ഒരു സ്ഥാപനം അല്ല സെൻറ് തോമസ്. എനിക്കതിനെക്കുറിച്ചൊരു അപ്രീസിയേഷൻ എന്നും തോന്നിയിട്ടുള്ളതായിരുന്നു. നമുക്ക് ഇല്ലാത്തതൊന്നും നമ്മൾ പറഞ്ഞു നടന്നിട്ടില്ല. ഈ കോളേജ് എന്താണോ അതിനെ ആ രീതിയിൽ കാണുവാനായിട്ടാണ് നമ്മൾ എപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളതും ഇന്നും നമ്മളുടെ ഉള്ളിൽ ഉള്ള കാര്യം അതാണ്. അതേസമയം ഈ കോളേജ് അറ്റുതീരത്ത് നട്ട ഒരു വൃക്ഷമാണ്. മീനച്ചിലാറിൻ്റെ കരയിലാണ്. ഇലകൾ ഇതിൻ്റെ ഒരിക്കലും വാടിയിട്ടില്ല. അതിൻ്റെ ശിഖരങ്ങൾ മതിലിന് പുറത്തേക്ക് വളർന്ന് വലുതായിട്ട് നിൽക്കുകയാണ്. ആ ശാഖകൾ എല്ലാവർക്കും നല്ല ശീതളിമ നൽകുന്നുണ്ട്. മീനച്ചിൽ ആറ് എല്ലാ കൊല്ലവും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി ഈ കോളേജിനെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. കുറേ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വന്ന് അടിയുന്നുണ്ടെങ്കിലും ഈ കോളേജിനെ എന്നും ശുദ്ധമായിട്ട് കരുതുന്ന ഒരു കാര്യം മീനച്ചിലാറ്റിൽ കൂടി ഒഴുകുന്ന ആ വെള്ളം തന്നെയാണ്. അത് സ്വതന്ത്രമായി, സ്വച്ഛമായി, ശുദ്ധമായി ഇതിലെ ഒഴുകി കയറി കഴുകി ഇറങ്ങി പോകുന്നത് വലിയൊരു കാഴ്ചയാണ്. അതിലൊരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. അതിനെയെല്ലാം നമ്മൾ സ്വന്തമാക്കണം.
if any town in Kerala can aspire to approximate a university town, it is Pala. അതിലെനിക്ക് ഒരു സംശയവുമില്ല. പാലായ്ക്കുള്ളിൽ 10 കോളേജുകളുണ്ട്. അതിലൊരു കോളേജും മോശമല്ല. അതുകൊണ്ട് നമ്മൾ ഈ NEP-യുടെയും ഈ ഓട്ടോണമസ് സ്റ്റേറ്റസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഇൻറ്റേർണലൈസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും വേഗത്തിൽ മറ്റാരുടെയും ഒന്നും കയറി പിടിക്കാതെ ഒരു യൂണിവേഴ്സിറ്റി ആകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളത് പാലായ്ക്കാണ്. അത് ഈ സെൻറ് തോമസ് കോളേജിനെ ചുറ്റിപ്പറ്റി കേന്ദ്രമാക്കി നിന്നുകൊണ്ട് വരുമ്പോഴാണ് നമുക്ക് അത് സാധ്യമായിട്ട് എടുക്കാൻ സാധിക്കുന്നത്. Pala can and ought to become more a student friendly, eco-friendly, നല്ല eco-friendly ക്യാമ്പസ് ആണ്. നമുക്ക് കോ എഡ്യൂക്കേഷണൽ സിസ്റ്റം കൂടെ വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എല്ലാവരുമായിട്ട് സ്വരമയിലും മൈത്രിയിലും ജീവിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോളേജുകളാകുമ്പോൾ അവിടെ ഡ്രഗ്സിൻ്റെയും അതുപോലുള്ള കാര്യങ്ങളുടെയും ഒക്കെ സ്വാധീനം ഉണ്ടാകാം. നമ്മൾ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മേന്മകൾ ഓർക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള പരാജയങ്ങളെക്കുറിച്ചും ഓർക്കാനുള്ളൊരു അവസരമാണിത്. കലാലയങ്ങളിൽ പലപ്പോഴും ഈ ഒരു സാധ്യതയുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ അടുത്ത നാളിൽ ഒരു മാസമേ ആയുള്ള നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവ് പറഞ്ഞു, let me state this in the clearest terms possible. The problem of drug issue is not solved with drugs. Drug addiction is an evil, and with evil there can be no compromise. To think that harm can be reduced by permitting drug addicts to use drugs in no way resolves the problem. Attempts to legalize the so-called recreational drugs are not only highly questionable from a legalistic standpoint, but they fail to produce the desired effects. Substitute drugs are not an adequate therapy, but rather a veiled means of surrendering to the situation. We must say no to the drugs. By saying no to the drugs, we are saying yes. Yes to life, yes to love, yes to faith, yes to the family, yes to the education and so on. നീണ്ട ഒരു ലിസ്റ്റ് പരിശുദ്ധരാവുകയാണ്. ഡ്രഗ്സിനോട് നോ പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളുടെയും നേർക്കുള്ള യെസ് ഓട്ടോമാറ്റിക്കലി വരികയാണ്. നമ്മളിത് വലിയൊരു കലാലയമാണ്, ഓട്ടോണമസ് സ്റ്റേറ്റസ് എൻജോയ് ചെയ്യുന്ന കലാലയമാണ്. ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെയുണ്ട്. നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം, വളരെ കെയർഫുള്ളായിരിക്കണം. അധ്യാപകരും കുട്ടികളും മാനേജ്മെൻറ്റും എല്ലാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്ര വലിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ ഈ കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലിയെ കുറിച്ച് 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതിനുവേണ്ടി അധ്വാനം ചെയ്യുന്ന രൂപതയുടെ പ്രോട്ടോസിഞ്ചലസ് കൂടിയായ മോൺസിഞ്ഞോർ കടത്തലച്ചനെയും കോളേജിൻ്റെ പ്രിൻസിപ്പലിനെയും ബഡ്സാർസ് വൈസ് പ്രിൻസിപ്പൽമാർ, അങ്ങനെ വലിയൊരു പറ്റം ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഓർക്കുന്നു, ദൈവത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.